വിദേശ മാർക്കറ്റുകളിൽ എമ്പുരാൻ തീർക്കുന്ന റെക്കോർഡുകളും വാരിക്കൂട്ടുന്ന ബോക്സ് ഓഫീസ് കളക്ഷനുകളും ഒക്കെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. എമ്പുരാന് മുന്നിൽ ബോളിവുഡിലെ ചില സിനിമകൾ മാത്രമേ ഉള്ളൂ എന്നതുകൂടി ആലോചിക്കണം. ജർമ്മനിയിലാണ് ഏറ്റവും വലിയ ഒരു ബോക്സ് ഓഫീസ് റാംപേജ് തന്നെ നടക്കുന്നത്. ഇനി മോഹൻലാലിന് മുമ്പിൽ ഒരു ഷാറുഖ് ഖാൻ മാത്രം. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരവധി പ്രശംസയാണ് ലോകമെമ്പാട് നിന്നും വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖർ ഈ ചിത്രത്തിന്റെ ട്രെയിലറിനെ വാനോളം പുകഴ്ത്തുകയാണ്. ഒരു വലിയ പേര് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അനിരുദ്ധ്, അതിനൊപ്പം തന്നെ പ്രഭാസ് എന്നിവരൊക്കെ വലിയ പ്രശംസകളുമായി എത്തിയേക്കുന്നത് കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതൊക്കെ നിൽക്കുമ്പോഴും മലയാളത്തിൽ പല സിനിമകളും വലിയ പരാജയങ്ങൾ തീർത്ത് മലയാളം ഇൻഡസ്ട്രിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്ററുകാരും ഒക്കെ. എന്നാൽ തിയേറ്ററുകാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നതും അവർക്ക് വേണ്ടതും എമ്പുരാനെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രഡിക്ഷൻ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എമ്പുരാൻ റിലീസ് ദിവസം മറ്റൊരു സിനിമയും ഇവിടെ റിലീസില്ല. വീരധീര സൂരൻ മാത്രമേ ക്ലാഷ് റിലീസ് ഉള്ളൂ. ഏകദേശം ഒരു സോളോ റിലീസ് എന്ന തരത്തിലാണ് എമ്പുരാൻ ഇന്ത്യ ഒട്ടാകെ റിലീസിനെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ എമ്പുരാന് അറ്റൻഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരു പാത്ത് ബ്രേക്കിംഗ് റെക്കോർഡ് കളക്ഷനിലേക്ക് ചിത്രം എത്തും എന്നാണ് സുരേഷ് ഷേണായി പറയുന്നത്. തിയേറ്ററുകളെല്ലാം എമ്പുരാന്റെ വൻ വരവേൽപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇൻഡസ്ട്രിയുടെ എല്ലാ ഫസ്റ്റ് ഡേ കളക്ഷനെയും ചിത്രം ഉറപ്പായും ബ്രേക്ക് ചെയ്യും. വിഷുവിന് മാത്രമല്ല, വിഷു കഴിഞ്ഞും എമ്പുരാൻ തിയേറ്ററിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. മലയക്കോട്ടെ വാലിബന്റെ ഫസ്റ്റ് ഡേ കളക്ഷന്റെ ഇരട്ടിയായിരിക്കും എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ. അത്രത്തോളം തിയേറ്ററുകളും ഫാൻ ഷോകളും എമ്പുരാന് കൂടിയിട്ടുണ്ട് എന്ന് വിജയകുമാർ പറയുന്നു. ഇവരൊക്കെ സിനിമയിലെയും താരങ്ങളെയും ഒക്കെ വെച്ച് അടിപിടി കൂടുമെങ്കിലും അവസാനം വന്നു നിൽക്കുന്ന പ്രതീക്ഷയെല്ലാം മോഹൻലാലിന്റെ എമ്പുരാനിൽ തന്നെയാണ്. സംസ്ഥാനത്ത് പല തിയേറ്ററുകളും സിനിമ ഇല്ലാത്തതിനാൽ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു പടമാണ് തിയേറ്ററുകളുടെ പ്രതീക്ഷ. ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ ചുരുങ്ങിയത് ഒരു 15 കോടി വരും. മലയാളം ഇൻഡസ്ട്രിയുടെ എല്ലാ റെക്കോർഡുകളും എമ്പുരാൻ ബ്രേക്ക് ചെയ്യും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിരിക്കും ഇതെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഫാൻസോ ഒരു ട്രേഡ് അനലിസ്റ്റോ മൂവി അനലിസ്റ്റോ ഒന്നുമല്ല പറയുന്നത്. ഇത് ഒരു തിയേറ്റർ റൺ ചെയ്യുന്ന ഉടമകളും അതിന്റെ തലപ്പത്തിരിക്കുന്നവരുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുകൂടി ഓർക്കണം. അങ്ങനെ വമ്പൻ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇവർക്കെല്ലാം എമ്പുരാൻ എന്ന ചിത്രം. കാരണം അവർക്കറിയാം എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയും മോഹൻലാൽ എന്ന നായകനിലൂടെയും അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് എമ്പുരാനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സാക്ഷാൽ പ്രഭാസ് എത്തിയത്. ഒരേ ഒരു മോഹൻലാൽ സാറും എന്റെ വരതിയും തിയേറ്ററുകളെ പിടിച്ചുകുലുക്കും എന്നാണ് പ്രഭാസ് കുറിച്ചിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലറിനൊപ്പമാണ് പ്രഭാസ് ഈ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ബോളിവുഡിൽ നിന്നും കാജോൾ ഒക്കെ ചിത്രത്തിന്റെ ട്രെയിലർ ഷെയർ ചെയ്തുകൊണ്ട് എത്തിയത് മോഹൻലാൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ പ്രൊമോഷൻ കുറവാണ് എന്ന് പറയുന്നവർക്കൊക്കെ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ന ചോദ്യത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് എമ്പുരാന്റെ ഓരോ പരിപാടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മുംബൈയിൽ നടന്ന ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. എമ്പുരാൻ പോലൊരു വലിയ സിനിമ നിർമ്മിക്കുക എന്നത് വലിയ സ്വപ്നമായിരുന്നുവെന്ന് നടൻ മോഹൻലാൽ പറയുകയാണ്. ഒടുവിൽ അത് സാധ്യമാക്കിയ പൃഥ്വിരാജിന് നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു. മുംബൈയിൽ എമ്പുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. തന്റെ സിനിമാ ജീവിതം 47 വർഷത്തെ മനോഹരമായൊരു യാത്രയാണെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചത്. എമ്പുരാൻ കേവലം ഒരു സിനിമയല്ല, ഞങ്ങളുടെ ചോരയും വിയർപ്പുമാണ്. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ എന്ത് പറയണമെന്ന് തനിക്കറിയില്ല. ചിത്രം നിങ്ങളോട് സംസാരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇന്ത്യയിൽ അവിശ്വസനീയമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയും. കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നു, പക്ഷേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സിനിമാസ്കോപ്പ് 70mm 3D, ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാക്സും. പ്രേക്ഷകർക്ക് നന്ദി. ആളുകൾ ഈ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ ഒരു മാജിക് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സർവശക്തൻ തീരുമാനിക്കട്ടെ, മോഹൻലാൽ കൂട്ടിച്ചേർത്തു. എമ്പുരാൻ പ്രദർശനത്തിന് എത്തുന്ന 27-ന് രാവിലെ കൊച്ചിയിലെ ആദ്യ ഷോയ്ക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ താനും ഉണ്ടാകുമെന്ന് ചടങ്ങിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ലൂസിഫറിൽ കണ്ട കാഴ്ച നമുക്ക് എമ്പുരാനിലും കാണാൻ കഴിയും.